ഹലോ എവരിവൺ, എല്ലാവർക്കും ACDB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞ ആളുകൾ എടുത്തിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, പുതിയ ഒരു വർഷത്തിലേക്ക് എന്ത് ചെയ്തു, പുതിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നു, ഇനി വരാൻ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അദ്ദേഹത്തിൽ എന്താണ് ജോലി, എവിടേക്കാണ് പോസ്റ്റിംഗ് വരുന്നത്, എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും വേണ്ടത്, അതേപോലെ തന്നെ ഏജ് എങ്ങനെയായിരിക്കും, അതേപോലെ തന്നെ ഫിസിക്കലൊക്കെ എന്തൊക്കെയായിരിക്കും എന്നുള്ള സംശയങ്ങളൊക്കെ പൊതുവേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, വീഡിയോ കിടക്കാം. അപ്പോൾ ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഗസറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31/12/2024 തൊട്ട് മുമ്പേ അത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/1/2025 പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. 732/2027 എന്ത് ചെയ്തു, ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസസ് എന്നുള്ളതാണ്. പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി ജയിലുകളുണ്ട് അല്ലേ. ഈ പറയുന്ന സബ് ജയിലുകൾ, സെൻട്രൽ ജയിലുകൾ എന്ന് പറഞ്ഞ ഒരുപാട് ജയിലുകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജയിലുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജയിലുകളിലെ അവിടുത്തെ സെക്യൂരിറ്റി ആയിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന പ്രിസൺ ഓഫീസറുടെ ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ നമ്മുടെ ഒരു യൂണിഫോംഡ് ജോബ് ആണെന്ന് പറയുന്നത് ഈ പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസസ് ആണ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ എന്നുള്ള, അതായത് പ്രിസൺ ഓഫീസറിന്റെ കൂടെ തന്നെ ഡ്രൈവറും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യുക ഒരുമിച്ച് വിളിക്കുന്നത് ആയിരിക്കും. പൊതുവെ ഈ പറയുന്ന പ്രിസൺ ഓഫീസറിന്റെ ഒക്കെ നമ്മുടെ ഈ ശമ്പള സ്കെയിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 26,500 മുതൽ 60,700 വരെയാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, ഈ പ്രിസൺ ഓഫീസറിന്റെ ഒക്കെ എന്ത് ചെയ്യുന്നത് ഈ ശമ്പള സ്കെയിൽ പൊതുവെ വരുന്നത്. എത്രയാണ്, ഈ 26,500 മുതൽ 60,700 വരെയാണ് പൊതുവെ ഈ പറയുന്ന പ്രിസൺ ഓഫീസറിനെ എന്ത് ചെയ്യുന്നത് ശമ്പള സ്കെയിൽ മറ്റും എന്ത് ചെയ്യുന്നത് പൊതുവെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ജോലിയാണ്. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന സെക്യൂരിറ്റിയാണ് പൊതുവെ ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ജയിൽപ്പുള്ളികൾക്ക് മറ്റുമായിട്ട് എന്ത് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ മറ്റും നോക്കി നടത്തി അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടുത്തെ ജയിലിൻ്റെ ബാക്കിയുള്ള സുരക്ഷയും ആദ്യത്തെ സംവിധാനങ്ങളെല്ലാം നോക്കി നടത്തേണ്ട ഒരു കർത്തവ്യമാണ് നമ്മുടെ പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിൽ ഈ പറയുന്ന മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. അതേപോലെ ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 18 മുതൽ 39 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്ന ഒന്നാണ് ഈ പറയുന്ന പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഈ പറയുന്ന ഇവിടെ കാണാൻ പറ്റും ഏകദേശം എന്താണ് 39 വയസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ പ്രായമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ സാധിക്കും. 39 വയസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പ്രായം കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ SC ST OBC കാറ്റഗറിപ്പെടുന്ന ആളുകൾക്ക് റിലാക്സേഷൻ എന്ത് ചെയ്യാൻ പൊതുവെ നൽകി വരാറുണ്ട്. ഓക്കെ, SC ST OBC പെടുന്ന ബാക്ക്വേർഡ് ക്ലാസ്സുകളിലൊക്കെ പെടുന്നവർക്ക് പൊതുവെ ഏജ് റിലാക്സേഷൻ കൊടുക്കാറുണ്ട്. പൊതുവെ എല്ലാവർക്കും സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ കൂട്ട് തന്നെയാണോ, എങ്ങനെയാണ് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന്. ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ള SSLC ഒരു ഇക്വലന്റ് എന്നുള്ളതാണ്. അതൊക്കെ അതായത് ഈ പറയുന്ന 10ാം ക്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യ എന്നുള്ളതാണ്. ഓക്കെ, 10ാം ക്ലാസ് അതിന് തത്തുല്യമായിട്ട്, ഈ തത്തുല്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കേരള ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ളവർക്കാണ് ഈ പറയുന്ന റെക്കഗ്നൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ പ്രധാനമായിട്ട് കേരള ഗവൺമെന്റ് കീഴിലുള്ള എന്താണ് റെക്കഗ്നൈസ്ഡ് ആണോ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കേണ്ടത് ആണ്. ഓക്കെ, അത്തരത്തിൽ എന്താണ് ഈ പറയുന്ന റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന SSLC അല്ലെങ്കിൽ ഈ പറയുന്ന 10ാം ക്ലാസ് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും അയക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, ജോലി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ജയിലുകളിലും മറ്റുമായിട്ടാണ് ചെയ്യുന്നത് ജോലി നോക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു യൂണിഫോംഡ് ജോബാണ്. ഓക്കെ, ഒരു യൂണിഫോംഡ് ജോബാണ്. അപ്പോൾ കേരള പോലീസിന്റെ കൂട്ടിൽ തന്നെയുള്ള ഒരു യൂണിഫോംഡ് ജോബാണ് ഈ പറഞ്ഞ പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഏജ് ലിമിറ്റ് പറഞ്ഞല്ലോ എത്രയാണ്, 18 മുതൽ 39 വയസ്സിലാണ് ചെയ്യുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന SSLC ഇക്വലന്റ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എക്സാമിനേഷൻസ് കഴിഞ്ഞതിന് ശേഷം പൊതുവെ എന്ത് ചെയ്യുന്നത്, ഇനി ഫിസിക്കലും മറ്റു നമ്മുടെ പോലീസിലുള്ള പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ റിക്വയർമെന്റ്സ് പൊതുവെ കൊടുക്കാറുണ്ട്. അതായത് എല്ലാ എക്സാമിനേഷൻസ് ഉള്ള പോലെ തന്നെ 8 എണ്ണത്തിൽ 5 എണ്ണമാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് ആയിക്കോട്ടെ, ബീറ്റ് ഫോറസ്റ്റ് ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള യൂണിഫോംഡ് സേനകളൊക്കെ പൊതുവെ കേരള PSC കീഴിൽ വിളിക്കുകയാണെങ്കിൽ എന്താണ് ഇത്തരത്തിൽ 8 ഇവന്റ് അതിന് ശേഷം 5 ഇവന്റാണ് പൊതുവെ എന്ത് ചെയ്യുന്നത് നമ്മൾ പാസ് ആവേണ്ടത്. അത്ര 8 ഇവന്റ് ഏതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ 100 മീറ്റർ ഓട്ടമാണ്. ഓക്കെ, ആദ്യം എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ഓട്ടമാണ്. 14 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ 100 മീറ്റർ ഓട്ടം ഓടിക്കഴിയണം.
അടുത്ത ഹൈ ജമ്പ് ആണ്. ഹൈ ജമ്പ് എന്ന് പറയുന്നത് 132.2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, എത്ര 132.2 സെന്റിമീറ്റർ ആണ് ഈ പറയുന്ന ഹൈ ജമ്പ് എന്ന് പറയുന്നത്. ലോങ് ജമ്പ് എന്ന് പറയുന്നത് 457.2 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നത് ലോങ് ജമ്പ് എന്ന് പറയുന്നത്. പുട്ടിന്റെ ഷോട്ട്, അതായത് നമ്മൾ പറയുന്ന ഷോട്ട് പുട്ട് എന്ന് പറയുന്നത് ഏകദേശം 7264 ഗ്രാം വരുന്ന ഷോട്ട് പുട്ടിനെ 609.6 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, ആ ദൂരത്തേക്ക് എറിയണം എന്നുള്ളതാണ്. അതാണ് ഈ പറയുന്ന 609.6 സെന്റിമീറ്റർ ദൂരത്തേക്ക് ഈ പറയുന്ന 7264 ഗ്രാം ഭാരമുള്ള ഈ പറയുന്ന ഷോട്ട് എറിയണം എന്നുള്ളതാണ്. അടുത്തത് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ തമാശയൊക്കെ പറയുന്ന ത്രോ ബോൾ എന്ന് പറയുന്നത് അല്ലേ, ത്രോ ബോൾ എന്ന് പറയുന്ന ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ നോക്കുകയാണെങ്കിൽ ആണ് ഈ പറയുന്ന തരത്തിലുള്ള 6096 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, ത്രോ ബോൾ എറിയണം. അതായത് 6096 സെന്റിമീറ്റർ അപ്പുറത്തേക്ക് ഈ പറയുന്ന ബോൾ എറിയാൻ സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ തന്നെ റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്. റോപ്പ് ക്ലൈമ്പിംഗ് എന്ന് പറയുന്നത് ഏകദേശം 365.8 സെന്റിമീറ്റർ ആണ് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, 365.8 സെന്റിമീറ്റർ ആണ്. പൊതുവേ കൈ ആണ് പറയുന്നത്. ഒക്കെ ഒള്ളി വിത്ത് ഹാൻഡ്സ് എന്നാണ് പൊതുവെ വരുന്നത്. അതായത് നിങ്ങൾ കാലുകൾ ഉപയോഗിക്കാതെ തന്നെ എന്ത് ചെയ്യുക, റോപ്പ് ക്ലൈംബ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പൊതുവെ എപ്പോഴും ഒള്ളി വിത്ത് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ പൊതുവെ പറയാറ്. ഓക്കെ, അപ്പം എന്ത് കൈകൾ ഉപയോഗിച്ച് തന്നെ പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. അതേപോലെ തന്നെ പുള്ളപ്സ് ഓർ ചിന്നിങ് എന്നാണ് പറയുന്നത്. പുള്ളപ്സ് അല്ലെങ്കിൽ ചിന്നിങ് ഏകദേശം 8 തവണ എന്ത് ചെയ്യണം, ചെയ്യേണ്ടി വരും. ഓക്കെ, 8 തവണ പുള്ളപ്സ് ഓർ ചിന്നിങ് എന്ത് ചെയ്യണം. ഓക്കെ, 8 ടൈംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഏകദേശം 8 പുഷപ്പ് പുള്ളപ്സോ 8 ചിന്നപ്സോ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതേപോലെ തന്നെ 1500 മീറ്റർ 5 മിനിറ്റ് 44 സെക്കൻഡ് ആണ്. അതായത് ഒരു മൈലിൽ 100 സെന്റിമീറ്റർ കുറവ് അല്ലേ, അത്തരത്തിൽ 100 മീറ്റർ കുറവ് അല്ലേ, അത്തരത്തിൽ 1500 മീറ്റർ റൺ എന്ത് ചെയ്യണം, നിങ്ങൾ 5 മിനിറ്റ് 44 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ പറയുന്ന ഫിസിക്കൽ റിക്വയർമെന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് മൊത്തത്തിൽ 8 ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആണ് 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ബോൾ, റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്സ് ഓർ ചിന്നിങ്, അതേപോലെ തന്നെ 1500 മീറ്റർ ഓട്ടം. ഇത്രയാണ് തന്നിട്ടുള്ളത്. അതിൽ 5 ഐറ്റം നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്ത് ക്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ റിക്വയർമെന്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഈ പറയുന്ന പോലെ 18 മുതൽ ഏകദേശം എന്താണ് ഒരു 30-35 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പറയുന്നുണ്ട് 39 വയസ്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ഏജ് റിലാക്സേഷൻ പൊതുവെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ 10ാം ക്ലാസ്സാണ് നമ്മുടെ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത്. 39 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന അതൊക്കെ പാസ്സായിട്ടുള്ളവരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന എക്സാം നിങ്ങൾക്ക് പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫിസിക്കലി തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ഈ പറഞ്ഞ 8 ഐറ്റത്തിൽ 5 നിങ്ങൾ പാസ്സായാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറഞ്ഞ പ്രിസൺ ഓഫീസറിന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മറ്റും വരുന്നതായിരിക്കും. ഓക്കെ, അത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന ഒരു യൂണിഫോം ജോബിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് നിങ്ങളെങ്കിൽ, ഓക്കെ, ഒരു യൂണിഫോം ജോബാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, അതിന് വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ASBI അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സല്യൂട്ട് എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നീ പറയുന്ന തസ്തികകളിലേക്ക് എന്ത് ചെയ്യുക, പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഓക്കെ, അത് പറയുന്ന തസ്തികകളിലേക്കാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബാച്ചാണ് നമ്മൾ ഈ പറയുന്ന സല്യൂട്ട് എന്ന് പറയുന്ന ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സല്യൂട്ട് എന്ന് പറയും. അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷനുകളുണ്ട്, സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്. അതായത് ഫുൾ സിലബസ് കവർ ചെയ്ത് എല്ലാ ദിവസവും കറണ്ട് അഫയർ സെക്ഷനൊക്കെ നടത്തി നിങ്ങൾ അതിനൊരു പ്രാപ്തരാക്കി, അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തി പഠിക്കേണ്ട എങ്ങനെയാണെന്ന് തന്ന്, അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസുകൾ നടത്തി, അതും അതിന് മോക്ക് ടെസ്റ്റുകളും മറ്റും നടത്തി എന്ത് ചെയ്യും, നിങ്ങളെ ഈ എക്സാമിന് എന്ത് ചെയ്യും പ്രിപ്പയർ ആക്കി മാറ്റിയാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യും, അന്നേരം സെറ്റ് ആക്കിയ ശേഷമായിരിക്കും എക്സാമിനേഷന് വിടുക. അതിൻ്റെ കാര്യം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇന്ന് തൊട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്ത് നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കുന്നത് നമ്മൾ നോക്കിയതിന് ശേഷം അതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ എന്താണ് റിസോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ASBI അക്കാഡമിയുടെ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അവിടെ നിന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ASBI അക്കാഡമിയുടെ ആപ്പ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സിനോട് ഒരുപാട് സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9995467246 എന്നൊക്കെ 9995467246 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ASBI അക്കാഡമിയുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അതായത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം മറ്റും ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ക്യൂറിയസും മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ പറഞ്ഞ ASBI അക്കാഡമിയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നമുക്ക് ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സംശയം മറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഉടനെ അതിന് ഉത്തരം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ,
ഇപ്പോൾ നിങ്ങൾ ഈ അക്കാഡമി ഡി ആപ്പ് നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഉടനെ തന്നെ അതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി ഇരിക്കരുത്, തൊട്ട് മുമ്പേ തന്നെ എല്ലാം പഠിച്ച് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ഒരു ജോലി ലഭിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു. താങ്ക് യു.